ഇനി ഇതിന്റെ പേരില് എന്റെ കല്യാണം കൂടി മുടങ്ങും അച്ഛാ. അങ്ങനെ മുടങ്ങുകയാണെന്നുണ്ടെങ്കിലേ ഇന്നത്തോടെ ഇറങ്ങണം അമ്മയും മോളും ഈ വീട്ടിൽ നിന്ന്. കരുണയുടെ കല്യാണം മുടങ്ങില്ല, എന്റെയും. ഞാൻ തയ്യാറാ കണ്ണേട്ടനെ കല്യാണം കഴിക്കാൻ, കമലേശ്വരത്തെ മരുമകളാകാൻ. എന്തുവാടി മോക്ക് കുഴപ്പം? അവർക്ക് മനസ്സിലായി ഇതുപോലൊരു നല്ല തറവാട്ടിലേക്ക് അവർക്ക് കയറി ചെല്ലാൻ പറ്റൂലെന്ന്. അതുകൊണ്ടാ വേണ്ട സമയത്ത് വേണ്ട തീരുമാനം എടുത്തത്. നീ അത് തല്ലിക്കെടുത്താൻ നോക്കണ്ട. പിന്നെ അമ്മ കരുതിയോ ഇവളെ കെട്ടാൻ വലിയ വലിയ തറവാട്ടിന്ന് രാജകുമാരന്മാര് വരുമെന്ന്? ഇവൾക്ക് പറ്റിയ പയ്യൻ തന്നെയാ ഇവളെ കാണാൻ വന്നത്. അരയ്ക്ക് താഴോട്ട് തളർന്നെങ്കിൽ എന്താ, അയാള് കമലേശ്വരത്തെ പയ്യനല്ലേ, എന്റെ ഉണ്ണിയേട്ടന്റെ ഏട്ടനല്ലേ. അത്രയും വലിയൊരു തറവാട്ടിന്ന് എന്റെ മോൾക്കൊരു ബന്ധം വേണ്ട. ചെറിയ കുടുംബമാണെങ്കിലും അവളെ പോറ്റാൻ കഴിയുന്ന ഒരാളും മതി എന്റെ മോൾക്ക്. നീ പറഞ്ഞത് 100% ആത്മാർത്ഥമായിട്ടാണോ? അതെ, എനിക്ക് കണ്ണേട്ടനോടൊപ്പം ജീവിക്കാൻ സമ്മതമാണ്. അരയ്ക്ക് താഴോട്ട് തളർന്ന ആൾക്ക് താങ്ങും തണലുമായി ഇനിയുള്ള കാലം ജീവിക്കാൻ എനിക്ക് സമ്മതമാണ്. ഇനി എന്തുവാടാ ആലോചിച്ചോണ്ട് നിൽക്കുന്നത്? വിളിക്കടാ കമലേശ്വരത്തേക്ക്. എന്നിട്ട് ഉണ്ണിമോന്റെ അമ്മയോട് പറ 2 കല്യാണം ഒന്നിച്ച് നടത്താന്ന്. അയ്യോ, നിന്റെ മോള് എതിർത്താലും ഞാൻ ഈ കല്യാണം നടത്തിയേനെ. പക്ഷേ അവൾ അനുകൂലിച്ച സ്ഥിതിക്ക് പിന്നെ പുല്ല് എനിക്ക് എന്തോ നോക്കാനടി. ഇനി കുംഭവും മീനവും ഒന്നും നീണ്ടുപോകത്തില്ല. അവർക്ക് സമ്മതമാണെന്നുണ്ടെങ്കിൽ മകരമാസത്തിൽ തന്നെ എന്റെ മോളുടെയും നിന്റെ മോളുടെയും കഴുത്തിൽ താലി വീണിരിക്കും. നമ്മൾ എത്തുന്നതിന് മുമ്പേ വിളി വന്നു. പ്രതാപേന്ദ്രനാ. ആ പറയടോ പ്രതാപ. മാമേട്ടാ, നിങ്ങൾ നിശ്ചയിച്ചുറപ്പിച്ച മുഹൂർത്തത്തിൽ തന്നെ ഈ കല്യാണം നടത്താൻ ഞങ്ങൾക്ക് സമ്മതമാണ്. 2 കല്യാണം നടത്താൻ സമ്മതമാണോ? സമ്മതമാണ്. ശരിയടോ, എങ്കിൽ നമുക്ക് ഉടനെ ഡേറ്റ് എടുപ്പിക്കാം. ആ ശുഭമുഹൂർത്തത്തിൽ തന്റെ 2 മക്കളും കമലേശ്വരം തറവാടിന്റെ മരുമക്കളാവും. ആയിക്കോട്ടെ മാമേട്ടാ. സമ്മതമാണ്.
രണ്ട് പെൺകുട്ടികളെ ഇങ്ങോട്ട് പറഞ്ഞു വിടാൻ പ്രതാപചന്ദ്രന്റെ സമ്മതമാണെന്ന്. ഫ്ലവേഴ്സ് ടിവിയുടെ സ്മാർട്ട് ഷോയിൽ പങ്കെടുക്കാൻ നിങ്ങളെ ക്ഷണിക്കുന്നു. ഉടൻ തന്നെ ഈ നമ്പറിലേക്ക് വിളിക്കുക. 7593829838. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ഉടൻ വരുന്നു ഫ്ലവേഴ്സ്.